ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ചിന്താരീതിയും വ്യത്യസ്തമാണ്. ഒരു സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു അതനുസരിച്ചിരിക്കും ഒരാളിൻ്റെ സന്തോഷവും സംതൃപ്തിയുമൊക്കെ. നമ്മുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട്, ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിനും മനസ്സിനും അടിസ്ഥാനപരമായ കുറേ ആവശ്യങ്ങളുണ്ട്. ഒരുപക്ഷെ സാഹചര്യവശാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതേപോലെ തന്നെ കിട്ടണമെന്നില്ല. അതുപോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ശരിയായ ലൈംഗികത കിട്ടാതെ വരുമ്പോൾ സ്ത്രീകളിൽ കാണുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ്. അല്ലെങ്കിൽ അവരറിയാതെ പ്രകടിപ്പിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ആരോഗ്യമുള്ള വ്യക്തിയെ സംബന്ധിച്ച് ആഹാരം പോലെ തന്നെ പ്രധാനമാണ് സംതൃപ്തിയും. അതുപോലെ സ്നേഹം, സന്തോഷം, പ്രതീക്ഷ ഇതൊക്കെ മനസ്സിൻ്റെ ഊർജ്ജങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ശരീരത്തിൻ്റെ മനസ്സിൻ്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമായതുകൊണ്ട് അത് ശരിയായ രീതിയിൽ കിട്ടിയില്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടും ഉണ്ടാവും. ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ശരീരം ചില സമയത്ത് ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. നമ്മളൊരു കാര്യം ശക്തമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഒരു വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നാറില്ലേ? അതുപോലെ തന്നെ ശരീരത്തിൽ എവിടൊക്കെയോ ഒരു സ്റ്റിഫ്നെസ് തോന്നാറുണ്ട്, ഒരു പിരിമുറുക്കം തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ചില ഹോർമോണിൻ്റെ പ്രവർത്തനം ശരീരത്ത് തീരെ കുറയുന്നു. നമ്മുടെ ഈ സന്തോഷം, റിലാക്സേഷനൊക്കെ ശരീരത്ത് എക്സ്പീരിയൻസ് ചെയ്യത്തില്ലയോ? അതിന് പ്രധാനപ്പെട്ട കാരണം ചില ഹോർമോണുകളാണ്. അപ്പോൾ ഇത് ഏതൊക്കെ ഹോർമോണുകളാണെന്ന് ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ ഈ ഒരവസ്ഥ മനസ്സിനെയും ബാധിക്കും. അപ്പോൾ ഈ ഒരു പിരിമുറുക്കം പലരും പല രൂപത്തിലാണ് പുറമേ പ്രകടിപ്പിക്കുന്നത്. ചിലർക്ക് അകാരണമായ ദേഷ്യമായിരിക്കും, അത് അടുപ്പമുള്ളവരോട് കൂടുതൽ കാണിക്കും. ചിലർക്ക് ഇത് ആകുലതയായിട്ട്, ഉത്കണ്ഠയായിട്ട്, നെഗറ്റീവ് ചിന്തകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ളൊരു ടെൻഡൻസി അവരെ അറിയാതെ വരും. അതുപോലെ ഇത് നന്നായിട്ട് കിട്ടുന്നവരോട് ഒരു അസൂയയും ആരാധനയൊക്കെ തോന്നാറുണ്ട്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അവർക്കത് ആരോടും പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല, അവരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. ചില ആൾക്കാരെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇത് വേദനയായിട്ട് മാറാറുണ്ട്. എന്നുവെച്ചാൽ നാഡീഞരമ്പുകൾക്ക് ശരിയായ റിലാക്സേഷൻ കിട്ടാത്തത് കൊണ്ട് കൈകാൽ പെരിപ്പ്, കഴപ്പ്, ജോയിൻറ്റ് പെയിൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടും. പിന്നെ ഇതിനകത്തെല്ലാവരും ഒരുപോലല്ല, ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രതികരിക്കുന്നത് കേട്ടോ. ചിലരെ സംബന്ധിച്ച് പുരുഷന്മാരെ കൂടുതൽ ശ്രദ്ധിക്കും, അവരോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അനുഭവിക്കാറുണ്ട്. തന്നെയല്ല, ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ സാന്നിധ്യം അവരേതെങ്കിലുമൊക്കെ രീതിയിൽ കൂടെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് മാനസികമായൊരു സംതൃപ്തിയുടെ കാര്യമുണ്ട്. എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ഒരാളുണ്ട്, ആ ആൾക്ക് എന്നെ ഒത്തിരി ആവശ്യമുണ്ട് എന്നൊരു തോന്നലുണ്ടല്ലോ, അതൊരു പ്രത്യേക സന്തോഷമാണ്. അതുപോലെ പങ്കാളികളുടെ ഇടയിലാണെങ്കിലും ഇത് കുറയുന്നത് വല്ലാത്ത ഒരു അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രകൃതി ഇതൊക്കെ നമുക്ക് ഒരുക്കിയിരിക്കുന്നത് രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ ബോറിംഗ് ലൈഫ് ഉണ്ടല്ലോ, അതാണ് കൂടുതൽ ദോഷമായിട്ട് വരുന്നത്. ഇനി എത്ര സ്നേഹമുള്ള പങ്കാളികളാണെങ്കിലും ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വം അവരവർക്ക് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും അറിയാം സന്തോഷം വരാനും സംതൃപ്തി വരാനും എന്തൊക്കെയാണ് വേണ്ടതെന്നും ഏത് രീതിയിലാണ് വേണ്ടതെന്നും. പക്ഷേ സാമൂഹ്യപരമായി നോക്കുമ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യം ഓരോ തരത്തിലാണ്. ഇപ്പം നല്ല സ്നേഹമുള്ളൊരു പങ്കാളിയാണെങ്കിലും എന്നും അടുത്തുണ്ടാകണമെന്നില്ലല്ലോ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.